ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പ് രസകരമാണ്. അതായത് ബാലറ്റ് പെട്ടി തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ബിഗ് ബോസ് 3 ടീമുകളോട് പറയുന്നു, നിങ്ങൾ 3 ടീമുകളും പോയി ചർച്ച ചെയ്തിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുക. അതായത് നിലവിൽ പവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പൂജയുടെ ടീമിന് സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റില്ല. അതേ സമയത്ത് നമ്മുടെ നെസ്റ്റിനും അതുപോലെ ഡെന്നിനും സ്ഥാനാർത്ഥികളെ നിർത്താം. ഇപ്പോഴത്തെ പവർ ടീമിനും നിർത്താം. ഇപ്പോൾ നിലവിലെ പവർ ടീം, അടുത്ത് ആവാൻ പോകുന്ന പവർ ടീമിന് പറ്റില്ല, ഇപ്പോൾ ഉള്ള പവർ ടീമിന് നിർത്താം. അങ്ങനെ 3 ടീമുകളും പോയി ചർച്ച ചെയ്യുന്നു. പവർ ടീം ഗബ്രിയെ സ്ഥാനാർത്ഥിയാക്കുന്നു, നമ്മുടെ സായിഡ് ടീം ജിൻഡോയെ സ്ഥാനാർത്ഥിയാക്കുന്നു, സിബിന്റെ ടീം അതായത് നെസ്റ്റ് ടീം ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ശ്രീധുവിനെയാണ്. പക്ഷേ ഈ നെസ്റ്റിനും അതുപോലെ തന്നെ ഡെന്നിനുമൊക്കെ ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാനാണ് താല്പര്യം. അതുപോലെ തന്നെ നിലവിൽ പവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ടീം അംഗങ്ങൾ, വീണയുടെ ടീം, നേരത്തെ ഉള്ള ധാരണ അനുസരിച്ച് അവരും ജിൻഡോയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. അതായത് ഗബ്രി തോൽക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ നെസ്റ്റ് ടീം, സിബിന്റെ ടീം ശ്രീധുവിനെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത്. ശ്രീധു പോലും ശ്രീധുവിന് വോട്ട് ചെയ്യില്ല. ഇങ്ങനെ ധാരണയൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയയിൽ വന്നിരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ശ്രീരേഖ ചാടി എണീറ്റു. അതായത് ശ്രീരേഖയും ശ്രീധുവും അൻസിബയും നമ്മുടെ സിബിനും ആണല്ലോ നെക്സ്റ്റ് ടീം എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞതിന്റെ ധാരണയ്ക്ക് വിരുദ്ധമായി ശ്രീരേഖ എണീറ്റു. അതുപോലെ തന്നെ ജിൻഡോ എണീറ്റു, നമ്മുടെ ഗബ്രി എണീറ്റു. അപ്പോൾ ബിഗ് ബോസിന്റെ ട്വിസ്റ്റ്, ആർക്കെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെങ്കിൽ ഇപ്പോൾ പങ്കെടുക്കാം, പറയാം എന്ന്. ഉടൻ തന്നെ നമ്മുടെ നന്ദന, ഡെൻ ടീമിലെ നന്ദന ചാടി എണീറ്റു. ഡെൻ ടീമിലെ തന്നെ അഭിഷേക് എണീറ്റു. നെക്സ്റ്റ് ടീമിലെ ശ്രീധുവും എണീറ്റു. അതായത് ശ്രീരേഖയാണല്ലോ ശ്രീധുവിന് പകരം ചാടി എണീറ്റത്, പറഞ്ഞ ധാരണയ്ക്ക് വിരുദ്ധമായി. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ ശ്രീധുവും എണീറ്റു. അങ്ങനെ മത്സരിക്കാൻ പോകുന്നത് ശ്രീധു, ശ്രീരേഖ, ജിൻഡോ, അഭിഷേക്, നന്ദന, ഗബ്രി. ഇതിനകത്ത് ഓൾറെഡി പ്രഡിക്റ്റഡ് വിന്നർ ആണ് ഉള്ളത്. നമ്മുടെ ജിൻഡോ തന്നെയായിരിക്കും ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. കാരണം ധാരണ അനുസരിച്ച് ഇപ്പോഴത്തെ പവർ ടീം കംപ്ലീറ്റ് ആയിട്ടും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെന്നിന്ന് വോട്ട് കിട്ടും, നെസ്റ്റിന്നും വോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ ജയിക്കാനായിരിക്കും സാധ്യത. വൈകുന്നേരമാണ് തെരഞ്ഞെടുപ്പ് വച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.